മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും UDF-ൽ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനമായിരിക്കുകയാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരനും അംഗത്വം നൽകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. UDF-ന് നിരുപാധിക പിന്തുണ നൽകുമെന്നും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ലെന്നും അൻവർ പ്രതികരിച്ചു. ജോസ് കെ മാണിയെ ക്ഷണിക്കരുതെന്ന് PJ ജോസഫിന്റെ നിലപാട് മുന്നണി അംഗീകരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജയത്തിലേക്കുള്ള ആഘോഷത്തിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ കൂടി തുറക്കമിടുന്നതായി ഇന്ന് കളമശ്ശേരിയിൽ ചേർന്ന UDF ഏകോപന സമിതി യോഗം. PV അൻവർ, CK ജാനു, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നിവരെ UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇവർ നേരത്തെ അപേക്ഷ നൽകിയിരുന്നതായി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഈ അപേക്ഷ പരിഗണിച്ചാണ് UDF ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം അറിയിച്ചു. മറ്റൊരു കക്ഷികളുമായും നിലവിൽ ചർച്ച നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോസ് കെ മാണിയെ UDF-ലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും PJ ജോസഫ് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ മൂന്ന് കക്ഷികളെ UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. UDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് UDF യോഗം തീരുമാനിച്ചിട്ടുള്ളത്. UDF-ന്റെ അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് PV അൻവർ. പിണറായിസം അവസാനിപ്പിക്കാൻ UDF-മായി നിരുപാധികം കൈകോർക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തുമായി ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നുവെന്നും അൻവർ തുറന്നു പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്താൻ തീരുമാനിച്ച് അത് അറിയിച്ചതിൽ അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട്. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം, ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിൽ എങ്ങനെയാണോ UDF-ന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും. CK ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും UDF-ന്റെ ഭാഗമാകും. ജനാധിപത്യപരമായ തീരുമാനമാണ് UDF-ൽ നിന്ന് ഉണ്ടായതെന്നാണ് CK ജാനുവിൻ്റെ പ്രതികരണം. ആദിവാസികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായതെല്ലാം UDF-ന്റെ കാലത്താണെന്ന് ജാനു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ചർച്ചകൾ നടക്കുമെന്നും അവർ വ്യക്തമാക്കി. നമ്മളെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ വരുന്ന ആളുകൾക്കും ബാധകമാണല്ലോ. സീറ്റ് പോലെയുള്ള അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ വരും. അത്തരം ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി പക്ഷെ നടത്തേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ. നിലവിൽ അടിത്തറ ഭദ്രമാണെന്ന് UDF ഏകോപന സമിതി യോഗം വിലയിരുത്തി. ജനുവരി 15-ന് ഘടകകക്ഷികളുമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.